ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈൻ ഓഫ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഒരു ബിഹേവിയറിൽ ഒരു സസ്പീഷ്യസ്, ആരെയും വിശ്വസിക്കാത്ത ഒരു സാഹചര്യം. ഈ സസ്പീഷ്യസ് എന്ന് വെറുതെ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് വിതൗട്ട് ജസ്റ്റിഫിക്കേഷൻ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആരെയും വിശ്വസിക്കുന്നില്ല, അതിൻ്റെ വ്യക്തമായ കാരണം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നമ്മുടെ ഇറാഷണൽ ഫിയർ എന്ന് പറയുന്ന കൂട്ട്, നമുക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോബിയ ആവത്തില്ല. അതിനെ ഇറാഷണൽ ഫിയർ എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ ആ പേടിയുടെ കാരണം എന്താണ്? ഇപ്പോൾ ഹൈറ്റിലേക്ക് പോകുന്നത് നമുക്ക് പേടിയാണ്, പക്ഷെ അതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ പറ്റി ആ വ്യക്തിക്ക് വ്യക്തമായ ധാരണയില്ലാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് അതൊരു മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്സിൻ്റെ പാർട്ടായിട്ട് മാറുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട കുറച്ച് സിംറ്റംസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ന്യൂമോണിക്സ്, സസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമോണിക്സ് വെച്ച് തന്നെ ഓർക്കാൻ പറ്റും. ഒന്നാമത്തെ കേസ് സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫിഡിലിറ്റി സസ്പെക്റ്റഡ് ഒരു സാഹചര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ അൺഫോർഗിവിങ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ക്ഷമിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അവർക്കില്ല, ആർഗ്യൂ ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ്. പിന്നെ അടുത്തത് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആണ്. ദെൻ പെർസീസ് അറ്റാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. റിയാക്ട് ക്വിക്ക്ലി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനകത്ത് തന്നെ ഉണ്ട്. ദെൻ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമി ഓർ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കൂടെ ഉള്ള ആൾക്കാരെ പോലും വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ദെൻ ഫ്രണ്ടാണെന്ന് പൊതുവെ തോന്നിയാൽ പോലും അവരെയും സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ദെൻ കോൺഫൈഡിങ് ഇൻ അതേഴ്സ് ഈസ് ഫിയേർഡ് എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നത് ഉള്ളിൽ മറ്റൊരു കാര്യം വെച്ചാണെന്നും അദ്ദേഹം നമ്മളെ ചതിക്കും എന്നുള്ള തോന്നൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ദെൻ ത്രെഡ്സ് പെർസീവ്ഡ് ഇൻ ബെനൈൻ ഈവൻസ്, ഏതിലും എന്തിലും ഒരു ഭീഷണി നിലനിൽക്കുന്നതായിട്ട് ചിന്തിക്കും. ആ ഒരു സാഹചര്യമാണ് ത്രെഡ്സ് പെർസീവ്ഡ് എന്ന് പറയുന്ന സാഹചര്യം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ബേസിക്കലി ഇതിൻ്റെ പ്രശ്നം സസ്പീഷ്യസ് ബിഹേവിയർ തന്നെ വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഫോർ ഗിവിങ് എന്ന് പറയുന്നതാണ് നോട്ട് എ സൈൻ ഓഫ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ.